അതായത് ആ വെളിച്ചെണ്ണയ്ക്കും നമ്മുടെ കഷ്ണത്തിൻ്റെ എല്ലായിടത്തേക്കും ആവേണ്ട. അപ്പോൾ നോക്കിയാൽ നമ്മുടെ അവിൽ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? ആയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ അവിയലായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ അവിയലിലേക്ക് നമുക്ക് എന്ത് കഷ്ണം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം നമ്മളെടുത്തുള്ള കഷ്ണം എന്ന് പറയുന്നത് ഇതാ ഈ ഒരു പാത്രം. എല്ലാം ഒരളവിൽ എടുക്കണതാട്ടോ നല്ലത്. കായാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചേനാട്ടാ, പച്ചപ്പയർ, കായ നമ്മൾ നേന്ത്രക്കായ ആട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതാ കുമ്പളങ്ങ, പിന്നെ ഇതാ ക്യാരറ്റ്, മുരിങ്ങക്കായ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കഷ്ണമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ഇതാ ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കാരണം നമ്മളിതിൽ മുളക് പൊടി ഉപയോഗിക്കില്ല കേട്ടോ. പിന്നെ ഇട്ടിട്ടുള്ളത് നമുക്കിതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമുക്കൊരു 3/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കതിലേക്കിതാ ഒരു 2 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതായത് ആ വെളിച്ചെണ്ണയ്ക്കും നമ്മുടെ കഷ്ണത്തിൻ്റെ എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിലാട്ടോ നമ്മൾ ആക്കിയെടുക്കേണ്ടത്. കണ്ടോ, ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ശരിക്കും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചട്ടിയിലൊക്കെ വയ്ക്കുമ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കാം. അതുകൊണ്ട് തന്നെ നമ്മളിതാ ഒരു 1/2 ഗ്ലാസിൻ്റെ അടുത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ കഷ്ണം കഴുകി വാരിയെടുത്ത വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളം മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതാ തീ കത്തിച്ച് നമ്മുടെ ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. നമുക്കിതാ മൂടി വയ്ക്കാം കേട്ടോ. നമ്മുടെ കഷ്ണങ്ങളൊക്കെ കൂടി ഇരുന്ന് വേവട്ടെ. ഇനി നോക്കിയാൽ നമ്മൾ അതിലേക്ക് 3/4 മുറി നാളികേരം ചെറുകി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചുവന്നുള്ളി, പിന്നെ 1 ടീസ്പൂണ് ജീരകം, പിന്നെ 2 പച്ചമുളക്. ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. വെറുതെ ഒന്ന് ചതയാലേ പാടുള്ളൂ, കൂടുതൽ അധികമൊന്നും ചെയ്തെടുത്തിട്ടാ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ മൂടി തുറന്ന് ഇതൊക്കെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ. എല്ലാ കഷ്ണവും വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുണ്ടല്ലോ നമ്മൾ ചതച്ച് കൊണ്ടുവന്ന് നമ്മുടെ നാളികേരം ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ നാളികേരമൊക്കെ കഷ്ണത്തിൻ്റെ എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. ആ നാളികേരത്തിലേക്ക് ആ ഒരു പച്ച ചുവയുണ്ടല്ലോ അതൊന്ന് പോണ വരെ കേട്ടോ. നമുക്കുണ്ടല്ലോ ഇതാ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി ഒഴിക്കേണ്ടത് നല്ല തൈരാണ്. അത്യാവശ്യം പുളിയുള്ള ഒരു തൈര്, നല്ല പുളി വേണ്ട. അപ്പോൾ അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് തുറന്ന് വയ്ക്കാം കേട്ടോ. ഒന്ന് ചാറൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ നോക്കിയേ നമ്മുടെ അവിൽ കൂട്ടം എന്താ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇത്തിരി പച്ച വെളിച്ചെണ്ണയാട്ടോ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് കേട്ടോ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ അവിൽ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു അവിൽ കൂട്ടാനാണ് നമുക്ക് വേണ്ടതെങ്കിലുണ്ടല്ലോ നമ്മൾ പച്ചമാങ്ങ ഇട്ടാൽ മതി കേട്ടോ. അതായത് ഈ തൈരിന് പകരം അല്ലെങ്കിൽ നല്ല പച്ചത്തക്കാളിയൊക്കെ ഇട്ടാലും നമുക്ക് നല്ല ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷായേട്ടനെ വിളിച്ചിട്ട് വരട്ടെ. ഷായേട്ടന് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മുടെ വിളി അടുത്തൊരു ഓണ വിഭവമാണ്. ഓണത്തിൻ്റെ സ്പെഷ്യൽ ചൂട് ചൂട് രസ അടിപൊളി കറി തന്നെയാണ്.
അല്ലേ? അപ്പം എല്ലാവരും ഈ ഓണത്തിന് അവിൽ കൂട്ടാൻ ഇതേപോലെ ആക്കിയോളട്ടാ ശരിക്കും. തീർത്തല്ലേ? അപ്പം അടുത്ത ദിവസം അടുത്ത വീട്ടിലേക്ക്